നാളെ 10th പ്രിലിംസ് പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നാളെ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ എന്തായാലും ഈ ഒരു ക്ലാസ് അവസാനം വരെ കാണാൻ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, 2026 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? അസർബൈജാൻ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, നാളത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിക്കണം. 2026 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം അസർബൈജാൻ ആണ്. അസർബൈജാനിലെ ബാക്കു ആണ് കേട്ടോ, അറിഞ്ഞിരിക്കണം, അസർബൈജാൻ. അടുത്ത ചോദ്യം, അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി കേരള സർക്കാർ ആരംഭിക്കുന്ന സമഗ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കെയർ പോർട്ടൽ കേട്ടോ. പഠിച്ചു വെക്കണേ, നോട്ട് ചെയ്തോണേ, അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി കേരള സർക്കാർ ആരംഭിക്കുന്ന സമഗ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കെയർ പോർട്ടൽ. അപൂർവ രോഗമാകുമ്പോൾ എന്താണ്, നമുക്ക് കുറച്ചുകൂടെ കെയർ ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. അപ്പൊ കണക്ട് ചെയ്തോണം, അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്കും പരിചരണത്തിനുമായി കേരള സർക്കാർ ആരംഭിക്കുന്ന സമഗ്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് കെയർ പോർട്ടൽ. അടുത്ത പോയിന്റ്, SIR നടപടികൾ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണ്? കുട്ടനാടാണ് കേട്ടോ. പഠിച്ചു വെക്കണേ, SIR എന്താണ്? സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ആണ് കേട്ടോ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കാരമാണ് കേട്ടോ. SIR നടപടികൾ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യ നിയമസഭാ മണ്ഡലം ഏതാണ്? കുട്ടനാടാണ്. അടുത്ത പോയിന്റ്, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച കേരളത്തിലെ പ്രദേശം കുട്ടനാടാണ്. ഒന്നുകൂടെ പറയാം, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ച കേരളത്തിലെ പ്രദേശം ഏതാണ്? കുട്ടനാടാണ്. അടുത്ത പോയിന്റ്, 2026 ജൂണിൽ പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? അഹമ്മദാബാദ് ആണ് കേട്ടോ. പഠിച്ചു വെക്കണം, 2026 ജൂണിൽ പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? അഹമ്മദാബാദ് ആണ്. അടുത്ത പോയിന്റ് നോക്കാം, 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? മാൾട്ടയാണ് കേട്ടോ. 2027 കോമൺവെൽത്ത് യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം മാൾട്ടയാണ്. 2026 മാർച്ചിൽ യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയ സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ് കേട്ടോ. 2026 മാർച്ചിൽ യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കിയ സംസ്ഥാനം ഗുജറാത്ത് ആണ്. അടുത്ത പോയിന്റ്, കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ശുഭാൻഷു ശുക്ലയാണ് കേട്ടോ. കേന്ദ്ര സർക്കാരിന്റെ, പഠിച്ചു വെക്കണം, കേന്ദ്ര സർക്കാരിന്റെ വികസിത് ഭാരത് ബിൽഡത്തോണിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ശുഭാൻഷു ശുക്ലയാണ്. അടുത്ത പോയിന്റ്, ലഹരി മാഫിയയുടെ വേരറുക്കാനായി കേരള സർക്കാരും കേരള പോലീസും സംയുക്തമായി നടപ്പിലാക്കുന്ന ശക്തമായ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട്. നമുക്കറിയാം, പഠിച്ചു വെക്കണം. ഇത് ഓപ്പറേഷൻ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരാൻ സാധ്യതയുണ്ട്, പഠിക്കണം. എന്തിനാണ്? ലഹരി മാഫിയയുടെ വേരറുക്കാനായി കേരള സർക്കാരും കേരള പോലീസും സംയുക്തമായി നടപ്പിലാക്കുന്ന ശക്തമായ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ടിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? നമ്മുടെ മോഹൻലാൽ ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ, ഓപ്പറേഷൻ തൂഫാൻ ദ നർക്കോ ഹണ്ടിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ ആണ് കേട്ടോ. അതുപോലെ തന്നെ നിലവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ആരാണെന്ന് പരീക്ഷയ്ക്ക് വെക്കും. ആരാണ്? രമേശ് ചെന്നിത്തലയാണ് നിലവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അദ്ദേഹം ആഭ്യന്തരം ഫയർ ആൻഡ് സർവീസ്, അതുപോലെ തന്നെ ജയിൽ വകുപ്പ്, വിജിലൻസ്, പിന്നെ അതോടൊപ്പം തന്നെ കയർ വകുപ്പ് കേട്ടോ. അദ്ദേഹം ആലപ്പുഴക്കാരനായതുകൊണ്ട് തന്നെ കയർ വകുപ്പും ആരാണ്? രമേശ് ചെന്നിത്തലയാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി കണക്ട് ചെയ്ത് വെക്കണം, ആഭ്യന്തരം പ്ലസ് കയർ കേട്ടോ. രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തലയുടെ നിയമസഭാ മണ്ഡലം ഏതാണ്? ഹരിപ്പാട് നിയമസഭാ മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശന്റെ നിയമസഭാ മണ്ഡലം ഏതാണ്? പറവൂരാണ് കേട്ടോ. എറണാകുളം ജില്ലയിലെ പറവൂരാണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കണേ, നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയായ അതായത് VBG റാംജിയുടെ പുതിയ ദിവസവേതനം കേരളത്തിലെ എത്രയാണ്? 401 രൂപയാണ് കേട്ടോ. അപ്പൊ കേരളത്തിലെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അതായത് പുതിയ VBG റാംജി പദ്ധതി പ്രകാരം കേരളത്തിലെ പുതിയ ദിവസവേതനം എത്രയാണ്? 401 രൂപയാണ്. അടുത്ത പോയിന്റ്,
വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2026, അതായത് ആഗോള സന്തോഷ സൂചിക 2026 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഫിൻലൻഡ് ആണ് കേട്ടോ. തുടർച്ചയായി 9ാം തവണയാണ് ഫിൻലൻഡ് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട്, അതായത് ആഗോള സന്തോഷ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് തുടർച്ചയായിട്ട് 9ാം തവണയാണ്. പഠിച്ചു നോക്കണേ. അടുത്തത്, ഇന്ത്യയുടെ നിലവിലെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷണർ ആരാണ്? അതായത് രാജ്കുമാർ ഗോയൽ ആണ് കേട്ടോ. അതായത് നമ്മുടെ ഇന്ത്യയുടെ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? രാജ്കുമാർ ഗോയലാണ്. അടുത്ത പോയിന്റ്, വ്യവസായം, വിവര സാങ്കേതിക വിദ്യ, IT എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. പഠിച്ചു നോക്കണേ. വ്യവസായം, IT, അതോടൊപ്പം തന്നെ കേരളത്തിലെ തന്നെ രാജ്യത്തിലെ തന്നെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രി കൂടിയാണ് PK കുഞ്ഞാലിക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹമാണ് നമ്മുടെ ഈ കഴിഞ്ഞ 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പില് 16ാം നിയമസഭയിലെ വിജയിച്ചു വന്ന MLA-മാരിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ച വ്യക്തിയാണ് PK കുഞ്ഞാലിക്കുട്ടി കേട്ടോ. 85,000 സംതിങ് ഭൂരിപക്ഷത്തിലാണ് PK കുഞ്ഞാലിക്കുട്ടി വിജയിച്ചത്. അത് കേരള ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമാണ്. അപ്പൊ ഏത് മണ്ഡലത്തിൽ നിന്നാണ് PK കുഞ്ഞാലിക്കുട്ടി വിജയിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം. എവിടെയാണ്? മലപ്പുറം മണ്ഡലത്തിൽ നിന്നാണ് കേട്ടോ. മലപ്പുറം മണ്ഡലത്തിൽ നിന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ജയിച്ചത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, വ്യവസായം, വിവരസാങ്കേതിക വിദ്യ അഥവാ IT വകുപ്പ്, പിന്നെ AI വകുപ്പ് മന്ത്രി കൂടിയാണ് PK കുഞ്ഞാലിക്കുട്ടി. അടുത്ത പോയിന്റ്, യുവാക്കൾക്കിടയിൽ വോട്ടിങ്ങിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പുതിയ ക്യാമ്പയിൻ ഏതാണ്? എന്റെ വോട്ട് എന്റെ ശക്തി. പഠിച്ചു നോക്കണേ. യുവാക്കൾക്കിടയിൽ വോട്ടിങ്ങിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പുതിയ ക്യാമ്പയിനാണ് എന്റെ വോട്ട് എന്റെ ശക്തി. അടുത്ത പോയിന്റ്, ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM നിലവിൽ വരുന്നത് എവിടെയാണ്? ഗുരുഗ്രാം, ഹരിയാനയിലാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ LPG ATM നിലവിൽ വരുന്നത് ഗുരുഗ്രാമിലാണ്, ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? പഞ്ചവടി എക്സ്പ്രസ് ആണ്. അടുത്ത പോയിന്റ്, 2026 ജനുവരി 26 നടന്ന ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥികൾ ആരൊക്കെയാണ്? ഉർസുല വോൺ ഡെർ ലെയനും അന്റോണിയോ കോസ്റ്റയുമാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. 2026 നടന്ന 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ മുഖ്യ അതിഥികൾ ആരൊക്കെയാണ്? ഉർസുല വോൺ ഡെർ ലെയനും അന്റോണിയോ കോസ്റ്റയും. ഇതില് ഉർസുല വോൺ ഡെർ ലെയന് യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റും അന്റോണിയോ കോസ്റ്റ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റുമാണ്. അറിഞ്ഞിരിക്കണം. 1 മാർക്ക് നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം കേട്ടോ. അടുത്ത പോയിന്റ്, 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പ്രമേയം എന്താണ്? വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങളാണ് കേട്ടോ. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ പ്രമേയം എന്താണ്? വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങളാണ്. അതുപോലെ തന്നെ 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ട അതിഥികളായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതകൾ ആരൊക്കെയാണ്? ബിന്ദുവും എലിസബത്തുമാണ് കേട്ടോ. KV ബിന്ദു എന്നാണ്, നോട്ട് ചെയ്തോണേ. ബിന്ദു എലിസബത്തുമാണ്. ഇവര് ഖാദി നെയ്ത്ത് തൊഴിലാളികളാണ് കേട്ടോ. പഠിച്ചു വെക്കണം. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ വിശിഷ്ട അതിഥികളായി തെരഞ്ഞെടുക്കപ്പെട്ട മലയാളി വനിതകൾ ആരൊക്കെയാണ്? KV ബിന്ദു, എലിസബത്തുമാണ്. ഇവര് നെയ്ത്തുകാരാണ് കേട്ടോ, ഖാദി നെയ്ത്തുകാരാണ്. അടുത്ത പോയിന്റ്, 40ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൗമൻസൺ ആണ് കേട്ടോ. പഠിച്ചു വെക്കണം. നിലവിലെ 40ാമത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൗമൻസൺ. നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് കേട്ടോ. നിലവിലെ 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. അടുത്ത പോയിന്റ്, സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? പ്രിയദർശിനി പദ്ധതിയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പരീക്ഷയ്ക്ക് ചോദിക്കാം. പ്രിയദർശിനി പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്ന് ചോദിക്കാം. ആരൊക്കെയാണ്? സ്ത്രീകളും ട്രാൻസ്ജെൻഡറും ആണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ പറയാം, സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര ഒരുക്കുന്ന കേരള സർക്കാരിന്റെ പദ്ധതിയാണ് പ്രിയദർശിനി പദ്ധതി. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ ഏതാണ്? സൗത്ത് കോസ്റ്റ് റെയിൽവേ ആണ് കേട്ടോ. അപ്പൊ അടുത്തിടെ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ 18ാമത് റെയിൽവേ സോൺ ആണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ. സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് വിശാഖപട്ടണത്താണ്. ആന്ധ്രാപ്രദേശിന് വിശാഖപട്ടണത്താണ് സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ ആസ്ഥാനം. അടുത്ത പോയിന്റ്, ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പുറത്തിറക്കിയ വാട്സപ്പ് ചാറ്റ്ബോട്ട് ഏതാണ്? പഞ്ചമാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം, ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം പുറത്തിറക്കിയ വാട്സപ്പ് ചാറ്റ്ബോട്ടാണ് പഞ്ചം എന്ന് പറയുന്ന ചാറ്റ്ബോട്ട് കേട്ടോ. അടുത്ത പോയിന്റ്,
കേരളത്തിൽ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യത്തെ വീട് ഏതാണ്? മേടയാണ് കേട്ടോ. മേട, വേങ്ങേരി, കോഴിക്കോടുള്ള വീടാണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പദവി ലഭിക്കുന്ന ആദ്യത്തെ വീട് മേടയിലാണ് കേട്ടോ. മേട, വേങ്ങേരി, കോഴിക്കോട്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി അപൂർവ രോഗങ്ങളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായി അപൂർവ രോഗങ്ങളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കേരളത്തിലെ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ശുദ്ധവായു സൂചികയിൽ 1-ാം സ്ഥാനത്തെത്തിയ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. കേരളത്തിലെ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെ ശുദ്ധവായു സൂചികയിൽ 1-ാം സ്ഥാനത്തെത്തിയ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം. ഈ തട്ടേക്കാട് പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് കേട്ടോ. 2026 ജൂണിൽ ബ്രിക്സ് കായിക സമ്മേളനത്തിന് വേദിയായ നഗരം ഇൻഡോർ ആണ് കേട്ടോ. 2026 ജൂണിൽ ബ്രിക്സ് ബ്രിക്സ് കാർഷിക സമ്മേളനത്തിനാണ്. അപ്പൊ 2026 ജൂണിൽ ബ്രിക്സ് കാർഷിക സമ്മേളനത്തിന് വേദിയായ നഗരമാണ് ഇൻഡോർ കേട്ടോ. ഇൻഡോർ. അടുത്തത്, ഭൂകമ്പത്തിൽ തകർന്ന വെനസ്വേലയെ സഹായിക്കാൻ ഇന്ത്യൻ സൈന്യവും വ്യോമസേനയും ചേർന്ന് നടത്തിയ രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ അമിസ്റ്റാഡ് കേട്ടോ. അപ്പൊ അടുത്തിടെ ഭൂകമ്പത്തിൽ തകർന്ന വെനസ്വേലയെ സഹായിക്കാൻ ഇന്ത്യൻ സൈന്യവും വ്യോമസേനയും ചേർന്ന് നടത്തിയ രക്ഷാദൌത്യമാണ് ഓപ്പറേഷൻ അമിസ്റ്റാഡ് കേട്ടോ. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഇനി വരുന്ന പരീക്ഷകൾക്ക്, ഇനി 10th മെയിൻസ് പരീക്ഷകൾ, VFA പരീക്ഷകൾ, LPUP പരീക്ഷകളൊക്കെ വരുമല്ലേ, അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ടെലഗ്രാമിലും വാട്സപ്പിലുമായിട്ടാണ് കറണ്ട് അഫയേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ ലൈവ് പ്ലസ് റെക്കോർഡഡ് സെക്ഷൻ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിന്റെ PDF നോട്ട്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ റിവിഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ്, അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ 2025 ജനുവരി മുതൽ 2026 ജൂൺ വരെയുള്ള, കഴിഞ്ഞ മാസം വരെയുള്ള എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സും നമ്മൾ ഓൾറെഡി ക്ലാസ് ആയിട്ടും എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ നോട്ടും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഈ ഒരു ബാച്ചിന്റെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. കറണ്ട് അഫയേഴ്സ് ഈ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഇനി വരുന്ന LDC 2027 പരീക്ഷകൾക്കും യൂസ്ഫുൾ ആവുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും 20ഉം 10ഉം മാർക്കുമാണ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതാണ്. നമ്മൾ ഡെയിലി ക്ലാസ്സുകളിലൂടെ, നമ്മൾ ലൈവ് ക്ലാസ്സുകളിലൂടെ, ലൈവ് ഇന്ററാക്റ്റീവ് സെക്ഷൻ ക്ലാസ്സുകളിലൂടെ ഒക്കെ പോകുമ്പോൾ തന്നെ എന്താണ് കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇപ്പൊ നമ്മുടെ ഈ ഒരു ബാച്ചിൽ 100-ലധികം കൂട്ടുകാർ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത പോയിന്റ്, കിൻഡർ ഗാർഡൻ മുതൽ ബിരുദാനന്തരം വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പദ്ധതി നടപ്പാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ് കേട്ടോ. ഒന്നുകൂടെ പറയാം, കിൻഡർ ഗാർഡൻ മുതൽ ബിരുദാനന്തരം വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പദ്ധതി നടപ്പാക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. 100% അർബുദ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കോട്ടക്കലാണ് കേട്ടോ. അപ്പൊ 100% അർബുദ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ കോട്ടക്കൽ നഗരസഭയാണ്. കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് ജനുവരി 4-ലാണ് കേട്ടോ. കേരള സംസ്ഥാന രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 4-ലാണ്. 2024 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ആരാണ്? ശാരദയാണ് കേട്ടോ. 2024 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ശാരദയാണ്. കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചു നോക്കണം, കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ച്വറി ആറളം വന്യജീവി സങ്കേതമാണ്. പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ബൂത്തിൽ വോട്ടർമാരെ സ്വീകരിക്കാനും ആകർഷിക്കാനും ഉപയോഗിച്ച റോബോട്ടാണ് നില എന്ന് പറഞ്ഞ റോബോട്ട് കേട്ടോ. പഠിച്ചു നോക്കണം, പുതുച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ബൂത്തിൽ വോട്ടർമാരെ സ്വീകരിക്കാനും ആകർഷിക്കാനും ഉപയോഗിച്ച റോബോട്ടാണ് നീല എന്ന് പറഞ്ഞ റോബോട്ട്. അടുത്ത പോയിന്റ്, 16ാമത് കേരള നിയമസഭാ ഇലക്ഷനിൽ ആകെ പോളിംഗ് ശതമാനം എത്രയായിരുന്നു?
79.63%. ഇത്രയേ ഉള്ളൂ. 16ാമത് കേരള നിയമസഭാ ഇലക്ഷനിലെ കേരളത്തിലെ ആകെ പോളിംഗ് ശതമാനം എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, നാളത്തെ പരീക്ഷയ്ക്ക്. 79.63% ആകെ പോളിംഗ് ശതമാനം. ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്ത ജില്ല കോഴിക്കോടും ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടന്ന ജില്ല ഏതാണ്? പത്തനംതിട്ട ജില്ലയുമാണ്. അറിഞ്ഞിരിക്കണേ. അടുത്ത പോയിന്റ്, കേരളത്തിലെ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? AP അനിൽകുമാറാണ് കേട്ടോ. അപ്പൊ നിലവിലെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? AP അനിൽകുമാറാണ്. അതുപോലെ തന്നെ വൈദ്യുതി പാർലമെന്ററി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? സണ്ണി ജോസഫ് ആണ് കേട്ടോ. നമ്മൾ പറഞ്ഞാണ് ലോ ഷെഡിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ്, നമുക്ക് ഒരിക്കലും സണ്ണി ആവത്തില്ലല്ലോ എപ്പോഴും, അത് വെച്ച് കണക്ട് ചെയ്തോണേ. അപ്പൊ എന്താണ്, വൈദ്യുതി പാർലമെന്ററി കാര്യങ്ങൾ വകുപ്പ് മന്ത്രി ആരാണ് നിലവിലെ കേരളത്തിലെ? സണ്ണി ജോസഫ് ആണ്. അടുത്ത പോയിന്റ്, കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? വിശ്വനാഥ് സിൻഹയാണ് കേട്ടോ. കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആരാണ്? വിശ്വനാഥ് സിൻഹയാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? KG ശങ്കരപിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് KG ശങ്കരപിള്ള. 2026 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? സേതുവാണ്. 2026 തകഴി സാഹിത്യ പുരസ്കാര ജേതാവ് സേതുവാണ്. അടുത്ത പോയിന്റ്, 79ാമത് ബാഫ്ത അവാർഡിൽ മികച്ച കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ആയുള്ള ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമ ഏതാണ്? ബൂങ് എന്ന് പറഞ്ഞ മണിപ്പൂരി ചിത്രമാണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. 79ാമത് ബാഫ്ത പുരസ്കാരം ബ്രിട്ടീഷ് അക്കാദമി പുരസ്കാരമാണ്. ബാഫ്ത അവാർഡിൽ മികച്ച കുട്ടികൾക്കും കുടുംബങ്ങൾക്കുമായുള്ള ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമയാണ് ബൂങ് എന്ന് പറഞ്ഞ മണിപ്പൂരി ചിത്രം കേട്ടോ. ബൂങ് എന്ന് പറഞ്ഞ മണിപ്പൂരി ചിത്രമാണ്. അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ലക്ഷ്മിപ്രിയ ദേവി എന്ന് പറഞ്ഞ സംവിധായികയാണ് ബൂങ് എന്ന് പറഞ്ഞ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു മണിപ്പൂരി ചിത്രമാണ്. അടുത്ത പോയിന്റ്, വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി നിയമിതനായത് ആരാണ്? അടുത്തിടെ UP രാജീവ് ആണ് കേട്ടോ. വിക്രം സാരാഭായ് VSSC ഇല്ലേ, വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറായി അടുത്തിടെ നിയമിതനായത് UP രാജീവ് ആണ്. അടുത്ത പോയിന്റ്, സംസ്ഥാന ബജറ്റിൽ രാജ്യത്തെ ബ്ലൂ എക്കണോമിയുടെ തലസ്ഥാനമായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണ്? ആലപ്പുഴ ജില്ലയാണ് കേട്ടോ. അപ്പൊ സംസ്ഥാന ബജറ്റിൽ രാജ്യത്തെ ബ്ലൂ എക്കണോമിയുടെ തലസ്ഥാനമായി ഉയർത്തുമെന്ന് പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണ്? ആലപ്പുഴ ജില്ലയാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ അത്ലറ്റിക്സ് അവാർഡ്സ് 2026 ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ മലയാളികൾ ആരൊക്കെയാണ്? PT ഉഷയും അഞ്ജു ബോബി ജോർജുമാണ്. പഠിച്ചു വെക്കണേ. ഇന്ത്യൻ അത്ലറ്റിക്സ് അവാർഡ്സ് 2026 ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ മലയാളി വനിതകൾ ആരൊക്കെയാണ്? PT ഉഷയും അഞ്ജു ബോബി ജോർജുമാണ്. കേരളത്തിലെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? കൊട്ടാരക്കരയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ വർക്ക് നിയർ ഹോം കേന്ദ്രം നിലവിൽ വന്നത് കൊട്ടാരക്കര. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമായ സംസ്ഥാനം ഗുജറാത്ത് ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമായിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ഗുജറാത്ത് ആണ്. അടുത്ത പോയിന്റ്, 49ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ മികച്ച സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണ്? എക്കോ എന്ന് പറഞ്ഞ സിനിമയാണ്. ഇന്ത്യയിൽ ആദ്യമായി നദിക്കടിയിലൂടെ നിർമ്മിക്കുന്ന ഇരട്ടക്കുഴൽ റോഡ് റെയിൽ തുരങ്കം നിലവിൽ വരുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഇന്ത്യയിൽ ആദ്യമായി നദിക്കടിയിലൂടെ നിർമ്മിക്കുന്ന ഇരട്ടക്കുഴൽ റോഡ് റെയിൽ തുരങ്കം നിലവിൽ വരുന്ന നിലവിൽ വരുന്ന നദി ഏതാണ്? ബ്രഹ്മപുത്ര നദിയാണ് കേട്ടോ. ബ്രഹ്മപുത്ര നദിയാണ്. അടുത്ത പോയിന്റ്, ഇന്ത്യൻ തപാൽ വകുപ്പ് പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പ് പരമ്പരയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച കലാരൂപമാണ് പാവക്കഥകളി കേട്ടോ. ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ തപാൽ വകുപ്പ് പപ്പറ്റ്സ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ പുറത്തിറക്കിയ സ്മാരക സ്റ്റാമ്പ് പരമ്പരയിൽ കേരളത്തിൽ നിന്നും ഇടം പിടിച്ച കലാരൂപം ഏതാണ്? പാവക്കഥ കളിയാണ് കേട്ടോ. അടുത്ത പോയിന്റ്, യുവാക്കൾക്കിടയിലെ ലഹരി ഉപയോഗം തടയുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? നാശാമുക്ത് ഭാരത് ആണ് കേട്ടോ. നാശാമുക്ത് ഭാരത്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറിയായി മാറിയ സംസ്ഥാനം സിക്കിമാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും കടലാസ് രഹിത സംസ്ഥാന ജുഡീഷ്യറിയായി മാറിയ സംസ്ഥാനം സിക്കിമാണ്. അടുത്ത പോയിന്റ്, 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ട വോട്ടുകൾ രേഖപ്പെടുത്തിയ മണ്ഡലം ഏതാണ്? മഞ്ചേരി മണ്ഡലമാണ് കേട്ടോ. ഇപ്പൊ 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ നോട്ട വോട്ടുകൾ രേഖപ്പെടുത്തിയ മണ്ഡലം മഞ്ചേരി മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, എവിടെയാണ്? കൊടുവള്ളി മണ്ഡലമാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ കേരള മന്ത്രിസഭയുടെ ക്ലാസ്സുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കേരള മന്ത്രിസഭയിൽ നിന്ന് 1-2 മാർക്ക് നാളത്തെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം കേട്ടോ.
അപ്പം കേരള മന്ത്രിസഭയിലെ കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും പഠിച്ചിട്ടേ നാളത്തെ പരീക്ഷയ്ക്ക് പോകാവൂ കേട്ടോ. അതിന്റെ ക്ലാസ് ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്ന സംസ്ഥാനം കേരളമാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്ന സംസ്ഥാനം കേരളമാണ്. അടുത്ത പോയിന്റ്, വികസിത് ഭാരത് റോസ്കാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ അഥവാ VBG റാംജി പദ്ധതി ആരംഭിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരംഭിച്ചതെന്നാണ് 2026 ജൂലൈ 1 മുതലാണ് VBG റാംജി പദ്ധതി ആരംഭിച്ചത്. അടുത്ത പോയിന്റ്, ഇംഗ്ലീഷിനൊപ്പം ഗാസി, ഗാരോ എന്നീ ഭാഷകളെ ഔദ്യോഗിക ഭാഷകളായി അംഗീകരിച്ച സംസ്ഥാനം മേഘാലയയാണ് കേട്ടോ. അപ്പൊ ഇംഗ്ലീഷിനൊപ്പം ഗാസി, ഗാരോ എന്നീ ഭാഷകളെ ഔദ്യോഗിക ഭാഷകളായി അംഗീകരിച്ച സംസ്ഥാനം മേഘാലയയാണ്. ആധാറിന്റെ ഭാഗ്യചിഹ്നമായ ഉദയ് രൂപകൽപ്പന ചെയ്തത് ആരാണ്? അരുൺ ഗോകുലാണ് കേട്ടോ. അപ്പൊ ആധാറിന്റെ ഭാഗ്യചിഹ്നമായിട്ടുള്ള ഉദയ് രൂപകൽപ്പന ചെയ്ത മലയാളി കൂടിയാണ് അരുൺ ഗോകുൽ കേട്ടോ. അടുത്ത പോയിന്റ്, കേരള ജിനോം ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേട്ടോ. അപ്പം കേരള ജിനോം ഡാറ്റാ സെന്റർ നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. സ്മാർട്ട് വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയ ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ് കേട്ടോ. നമുക്കറിയാം ജനസംഖ്യ കൂടിയ ജില്ല കൂടിയാണ് മലപ്പുറം. അത് വെച്ച് കണക്ട് ചെയ്തോണേ. സ്മാർട്ട് വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ നൽകിയ ജില്ല മലപ്പുറം. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ മറൈൻ എക്കോ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കൊച്ചിയിലാണ് കേട്ടോ. അപ്പൊ കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ മറൈൻ എക്കോ സിറ്റി പദ്ധതി നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം എന്താണ്? മോട്ടു എന്ന ആനക്കുട്ടിയാണ് കേട്ടോ. അപ്പൊ കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക ചിഹ്നം മോട്ടു എന്ന ആനക്കുട്ടിയാണ്. അടുത്ത പോയിന്റ്, ഐക്യരാഷ്ട്രസഭയുടെ ആഗോള സീറോ വേസ്റ്റ് സിറ്റി പട്ടികയിൽ കേരളത്തിൽ നിന്നും ഇടം നേടിയ നഗരസഭ വർക്കല നഗരസഭയാണ് കേട്ടോ. പഠിച്ചു വെക്കണം. ഐക്യരാഷ്ട്രസഭയുടെ ആഗോള സീറോ വേസ്റ്റ് സിറ്റി പട്ടികയിൽ കേരളത്തിൽ നിന്നും ഇടം നേടിയ നഗരസഭ വർക്കലയാണ്. നീതി ആയോഗ് പുറത്തിറക്കിയ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഒഡീഷയാണ് കേട്ടോ. അപ്പം നീതി ആയോഗിന്റെ സാമ്പത്തിക ഭദ്രതാ സൂചികയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഒഡീഷയാണ്. ഗവർണറുടെ ഔദ്യോഗിക വസതിയായ രാജ് ഭവൻ ഇനി മുതൽ അറിയപ്പെടുന്നത് ലോക് ഭവൻ എന്ന പേരിലാണ് കേട്ടോ. അപ്പൊ ഗവർണറുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള രാജ് ഭവൻ ഇനി മുതൽ അറിയപ്പെടുന്നത് ലോക് ഭവൻ എന്ന പേരിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ തന്നെ കറണ്ട് അഫയേഴ്സ് 2026 എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ 10th പ്രിലിംസുമായിട്ട് ബന്ധപ്പെട്ട ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതൊക്കെ മാക്സിമം നാളെ കണ്ടിട്ട് പരീക്ഷയ്ക്ക് പോകാൻ ശ്രമിക്കണം. ഈ ഒരു ക്ലാസ്സിൽ നിന്നും ഒക്കെ നാളത്തെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും അതോടൊപ്പം തന്നെ കാണുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്തും ഹൈപ്പ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നാളത്തെ പരീക്ഷയ്ക്ക് നമ്മുടെ ക്ലാസ്സിൽ നിന്നും നമ്മുടെ ചാനലിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പം ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ. അതോടൊപ്പം തന്നെ നാളെ നല്ല രീതിയിൽ പരീക്ഷ എഴുതിയിട്ട് വരാൻ എല്ലാവരും എഴുതിയിട്ട് വരണം. ഓക്കെ, താങ്ക് യു ഓൾ ദ ബെസ്റ്റ്.